വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയിൽ ഞാൻ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, എല്ലാ പ്രോബ്ലംസിനെയും അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്ന രീതിയാണ്. അഡ്രസ്സ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഞാനായിരുന്നാലും ഇവിടുത്തെ ജെൻസി തലമുറയായിരുന്നാലും ഏതൊരു പരിണിത പ്രജ്ഞനായിട്ടുള്ള വ്യക്തിയായിരുന്നാലും നമ്മൾ ഈ പ്രോബ്ലംസിൽ നിന്ന് ഒളിച്ചോടാനുള്ള പരിശ്രമമാണ് എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ആ പ്രോബ്ലം അവിടെ കാണും, നമ്മൾ പ്രോബ്ലത്തിനെ കാണുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. കാരണം ആ പ്രോബ്ലം നമ്മളിൽ നിന്ന് മറഞ്ഞിരുന്നാലും ആ പ്രോബ്ലം അവിടെ തന്നെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ബട്ട് അവർ പ്രൈം മിനിസ്റ്റർ ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്, എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ദാറ്റ്. ഇപ്പൊ ഭഗവത്ഗീതയിൽ ഒരു വാചകമുണ്ട്, അതായത് കൃഷ്ണൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയത്തെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ ഭയത്തെ ആലിംഗനം ചെയ്യണമെന്ന് പറയും, അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടരുതെന്ന് പറയും. അതായത് ഭയത്തെ നമ്മൾ ആലിംഗനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനകത്തേക്ക് ഇറങ്ങിച്ചെല്ലണം എന്ന് പറയും. കടലിനെ നമുക്ക് ഭയം മാറണമെങ്കിൽ കടലിൽ ഇറങ്ങി നീന്തി പഠിക്കണം എന്ന് പറയും. അതുപോലെ എന്ത് പ്രശ്നമുണ്ടായാലും ആ പ്രശ്നത്തിന്റെ റൂട്ട് കോസിൽ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് നിൽക്കും. റൂട്ട് കോസ്, ഈ പ്രോബ്ലം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, ഫ്രം ദ വെരി ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ് അദ്ദേഹം വന്ന് നിൽക്കും. നമുക്കറിയാം, ഈ പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോഴും കർഷക സമരം വന്നപ്പോഴും എല്ലാ സമരം വന്നപ്പോഴും അദ്ദേഹം അതിന്റെ റൂട്ട് കോസിലേക്ക് ഇറങ്ങിച്ചെന്നാണ് അതിനെ പരിഹരിച്ചത് എന്നുള്ളതാണ്. ഈ പ്രോബ്ലത്തിന്റെ സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ്? ഈ പ്രോബ്ലത്തിന്റെ സ്റ്റാർട്ടിങ് ഇൻസ്റ്റാഗ്രാമിൽ നിന്നാണ്. പ്രധാനമന്ത്രി ഇൻസ്റ്റാഗ്രാമിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്താലും വെറുതെ ചെയ്യില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം തേയില നുള്ളിയാലും അദ്ദേഹം ഒരു കർച്ചീഫ് ഉയർത്തി കാണിച്ചാലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. അതുവരെ ആരാണ് പ്രധാനമന്ത്രി എന്നും അദ്ദേഹത്തിന്റെ ഒരു പവർ, ഈ മാധ്യമങ്ങളൊക്കെ എപ്പോഴും എഴുതുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസിന് ഇത്ര വ്യൂ കിട്ടി, ഇവന്മാർക്ക് ലൈക്കും വ്യൂവും ഷെയറുമാണ് ഇവന്മാരുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്, ഒരു പൊളിറ്റീഷ്യന്റെ ആയിരുന്നാലും. കാരണം അവിടെ ഇങ്ങേരില്ല, മോദി പ്രധാനമന്ത്രി അങ്ങോട്ട് കടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം വന്നു വേണ്ട ഒരു വീഡിയോ ഇട്ടു, അതായത് 12 മണിക്കൂറിൽ 303 മില്യൺ വ്യൂസ്. ഇവന്മാരുടെ എല്ലാ വ്യൂസും കൂടെ ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാലും അതിനെന്തില്ല, അത്ര വ്യൂസ് വരില്ല. അത്ര ഗംഭീരം. ആ 1.5 മില്യൺ കമന്റ്, അതായത് 15 ലക്ഷം കമന്റും കംപ്ലീറ്റ് ജെൻസികളാണ്. ആ കമന്റുകൾ എടുത്ത് വായിച്ചു നോക്കുമ്പം അതിനകത്ത് നെഗറ്റീവ് കമന്റ് എന്ന് പറയുന്നത് വളരെ നല്ല ശുഷ്കമാണ്, ഒന്നുമില്ല. എല്ലാവരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഇൻസ്റ്റാഗ്രാം പ്രധാനമന്ത്രി തൂക്കി. കഴിഞ്ഞ ദിവസം രാത്രിയും പ്രധാനമന്ത്രി വന്നിട്ട് വീണ്ടും അദ്ദേഹം താങ്ക്സ് പറഞ്ഞു. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അദ്ദേഹത്തിന് കൂടി, ഫോളോവേഴ്സ് അദ്ദേഹത്തിന് കൂടി. അതോടുകൂടി അവന്മാരുടെ സകല ഗ്യാസും പോയി എന്നുള്ളതാണ്. അതൊരു ഗട്ട്സ് ആണ്. നമുക്കറിയാം, തുർക്കി പാകിസ്ഥാന് ഡ്രോൺ കൊടുത്തപ്പോ പാകിസ്ഥാന് ഓപ്പറേഷൻ സിന്ദൂർ നടത്തി കഴിഞ്ഞ ശേഷം പ്രധാനമന്ത്രി നേരെ പോയത് തുർക്ക് ഒക്കുപ്പൈഡ് സൈപ്രസിലാണ്. അതായത് തുർക്കിയുടെ മൂക്കിന്റെ തുമ്പത്ത് ചെന്ന് നിന്നിട്ടാണ് പ്രധാനമന്ത്രി ചോദിക്കുന്നത്, അതാണല്ലേ തുർക്ക് ഒക്കുപ്പൈഡ് സൈപ്രസ്, ഇവിടെ ഒരു സുഖോയ് തരാം, 2 ബ്രഹ്മോസ് കൂടെ ഫിറ്റ് ചെയ്ത് തരാം എന്ന് പറഞ്ഞാൽ പറയാനുള്ള ഒരു ഗട്ട്സ് ഉണ്ടല്ലോ. അതാണ് എനിക്ക് ഇഷ്ടം ആ പ്രധാനമന്ത്രിയിൽ. അപ്പൊ അങ്ങനെ ഇതിന്റെ റൂട്ട് കോസിൽ പോയി പ്രധാനമന്ത്രി പണി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം. നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടെയാണത്. കാരണം അദ്ദേഹം പ്രധാനമന്ത്രി ഇപ്പോൾ നിങ്ങളുടെ ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളല്ലായിരിക്കും, പക്ഷെ അയാൾ ഒരു കാര്യത്തെ ഡീല് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് നോക്കി നമുക്ക് ജീവിതത്തിൽ ഉപകരിക്കുന്ന ഒരു കാര്യം. ഒരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിന്റെ റൂട്ടിൽ ഇറങ്ങിച്ചെന്ന് അതിനെ പ്ലക്ക് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തവണ കഴിഞ്ഞ ദിവസം രാത്രി വലിയ കല്ലേറ് കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. നമുക്കറിയാം, NSA സെക്യൂരിറ്റി ആക്ട് ഉണ്ട്, കടകളൊക്കെ അടച്ചു, എല്ലാം ക്ലീൻ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. പോരാത്തതിന് നമ്മുടെ പോലീസ് നടപടി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. 2500 പേരെയാണ് പോലീസ് നോട്ട് ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. സമരം പാളുന്നു എന്ന് കണ്ടതോടുകൂടെ അഭിജിത്ത് ദീപ്കെ, എനിക്ക് അവന്റെ കാര്യത്തിൽ ഭയങ്കര ഒരു ഒരു ക്രൂക്കഡായിട്ടുള്ള ഒരു മാനാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇവന്റെ അറ്റൻഡൻസ് രജിസ്റ്റർ സത്യം പറഞ്ഞ എടുത്ത് പരിശോധിക്കണം. അവൻ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഇവൻ സ്കൂളിൽ ഹാജരായിട്ടുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. ആദ്യം നിരാഹാരം കിടക്കാൻ, ഇവനാണ് സമരം സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്, നിരാഹാരം കിടക്കാൻ പറഞ്ഞു അയ്യോ എനിക്ക് വയ്യ, എനിക്ക് മൈഗ്രെയിൻ ആണ്, എനിക്ക് നിരാഹാരം കിടക്കാൻ പറ്റില്ല, തലവേദന എടുക്കുമെന്ന് പറഞ്ഞു. ശരി, സോനം വാങ്ങിച്ചു നിരാഹാരം കിടന്നു. അയാൾ നിരാഹാരം കിടത്തിയവരെയും തള്ളക്കി വിളിച്ചു അവിടെ കിടന്നുകൊണ്ട്. അത് കഴിഞ്ഞ ശേഷം ഇവന് പനി പിടിച്ചു. NSA പ്രഖ്യാപിച്ചപ്പോ, നാഷണൽ സെക്യൂരിറ്റി ആക്ട് പ്രഖ്യാപിച്ചപ്പോ പനി പിടിച്ചിട്ട് ഇവൻ 2 ദിവസം ഇല്ല. ഇന്ന് ഇവൻ കയ്യിൽ ഒരു വലിയ ബാൻഡേഡ് ഒക്കെ കെട്ടിക്കൊണ്ട് പറയും എനിക്ക് ടൈഫോയിഡ് ആണ് എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ്. ടൈഫോയിഡ് ആണ്, എനിക്ക് വയ്യ, ഞാൻ ഇനി ഇവിടെ കാണില്ല. കാരണം സമരം ചീറ്റി. ഇതിൽ പറയുന്ന സകല ആവശ്യങ്ങളും, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴികെയുള്ള എല്ലാ ആവശ്യങ്ങളും കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അംഗീകരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. കേന്ദ്രം അത് ചെയ്യും 100%. കാരണം NDA ശക്തിപ്പെടുത്തണം, ഉറപ്പായിട്ടും ചെയ്യും. നീറ്റ് പരീക്ഷ പേപ്പറിന് ചോരാൻ പാടില്ല, ഉറപ്പായിട്ടും ചെയ്യും. നീറ്റ് പരീക്ഷ ചോർത്തിയാലുള്ള ആ ഒരു കഠിന ശിക്ഷയും പിഴയും അത് കൂട്ടിയിട്ടുണ്ട്. 10 കോടി പിഴയും
പിഴയും 10 ലക്ഷം 10 കോടി പിഴയും 10 വർഷം ശിക്ഷയും. പിന്നെ അടുത്തത് കേന്ദ്രം ചെയ്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇനി നാളെ നരേന്ദ്രമോദി ഇറങ്ങിപ്പോയി വേറൊരു പ്രധാനമന്ത്രി, ഇവൻ യോഗി ആദിത്യനാഥ് വന്നാൽ പോലും അന്ന് ആർക്കെങ്കിലും ഇത് ചോർത്തണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫാസ്റ്റ് ട്രാക്ക് കോടതികളുണ്ട്, അത് സ്ഥാപിച്ചിട്ടുണ്ട്. അത് വലിയൊരു മൂവാണ് ഈ കാര്യത്തിൽ. 3 മാസം കൊണ്ട് ചോദ്യപേപ്പർ ചോർത്തിയവന്മാരെ പിടിച്ച് അകത്തിടും. ഇത് ഓൺലൈനിലാക്കാൻ പോകുന്നു എന്നുള്ളത് മറ്റൊരു ഇതാണ്. ഇതിന് ചോദ്യത്തിൽ NTA പൊളിച്ചടുക്കി, NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇതിനെ പൊളിച്ചടുക്കി, അതിൽ നിന്ന് 47 പേരെ എടുത്ത് തൂക്കിക്കളഞ്ഞു. അതിഗംഭീരമായിട്ടുള്ള മൂവ്മെന്റ് ആണ് അവിടെ നടന്നത്. ഇതെല്ലാം നടത്തി കഴിഞ്ഞ ശേഷം ഇന്ന് നമുക്ക് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയുടെ കാര്യത്തിൽ സംസാരിക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് വിദ്യാർത്ഥികളൊക്കെ ഏകദേശം പിരിഞ്ഞു പോകാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. സൽമാൻ ഖാൻ അടക്കമുള്ളവർ പിരിഞ്ഞു പോകും, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എല്ലാം ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി കേന്ദ്രം അതിൽ പറയുന്ന കിടില ഒരു വാചകമുണ്ട്, ധർമ്മേന്ദ്ര പ്രധാൻ രാജി വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെടും. അതോ നിങ്ങൾക്ക് വേണ്ടത് ഈ എൻടയർ സിസ്റ്റത്തിനെ ഡിസ്മാൻഡിൽ ചെയ്യുകയാണോ? ധർമ്മേന്ദ്ര പ്രധാൻ രാജി വെക്കുകയാണോ? അത് എൻടയർ സിസ്റ്റം ധർമ്മേന്ദ്ര പ്രധാൻ രാജി വെക്കുകയും ഈ സിസ്റ്റം ഇതുപോലെ നിലനിൽക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സമരത്തിന് ഗുണം കിട്ടുമോ? നമുക്കൊരു കാര്യം ചെയ്യാം, ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഈ എൻടയർ സിസ്റ്റം ഞങ്ങൾ ഡിസ്മാൻഡിൽ ചെയ്ത് പൊളിച്ചടുക്കി കൈ തരാം എന്നാണ് കേന്ദ്രം പറഞ്ഞ് മൂവ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇവരുടെ സമരത്തിന്റെ ആവശ്യം നീറ്റല്ല, ഞാൻ അതിൽ ഇപ്പോഴും ഉറച്ചു, നീറ്റല്ല, മോദിയാണ്. മോദിയുടെ രക്തത്തിനായിട്ടാണ് അവർ ദാഹിക്കുന്നത്. ഇന്ന് 3 മണിക്ക് ചർച്ചയുണ്ട്, ഇന്ന് 3 മണിക്ക് ചർച്ചയ്ക്ക് പോകും. എന്റെ ഒരു ഇതും നമുക്ക് കിട്ടിയ ഒരു സൂചന അനുസരിച്ച് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്ന് തന്നെയാണ്. എന്തായിരിക്കും ഇതിന്റെ ഭാവി? ഇന്നും മെട്രോകളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. വലിയ രീതിയിൽ സമരം രാജ്യവ്യാപക പ്രക്ഷോഭമാക്കാനായിട്ട് പോവുകയാണെന്ന് അവർ പറയുന്നു. കത്തിപ്പടരുമോ? ഇത് ഇന്നലെ നമ്മള് ചർച്ച, നമ്മുടെ ഈ രണ്ടുപേരും അനാലിസിസ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ജൻസികളെക്കാൾ കൂടുതൽ ഓണമുണ്ടവരാണ് ജൻസിയുടെ രക്ഷകർത്താക്കൾ, അവരെക്കാൾ കൂടുതൽ ഓണമുണ്ടവരാണ് അവരുടെ അപ്പൂപ്പനും അമ്മൂമ്മ എന്നുള്ളത്. അത് ഇന്നലെ അക്ഷരാർത്ഥത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അത് തെളിയിച്ചു. കാരണം ഇവിടുത്തെ കംപ്ലീറ്റ് വ്ളോഗേഴ്സും കുഞ്ഞുകുട്ടി ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് വിറകുന്ന സകലമാന ടീംസും പോയി ചെന്നിട്ട് ഇത് മുഴുവൻ കത്തിച്ചുകൊണ്ടിരിക്കുക. ഒറ്റ വീഡിയോ, ആ വീഡിയോയിൽ ഇവരുടെ എല്ലാവർക്കും കിട്ടിയ റീച്ചും ലൈക്കും കൂട്ടി നോക്കിയാൽ പോലും ഇതിന്റെ പകുതി എത്തില്ല. ഒടുവിൽ മലയാള മനോരമയ്ക്ക് തന്നെ എഴുതേണ്ടി വന്നു. ഇവർക്ക് പാർട്ടികളുടെ കിട്ടുന്നതിന്റെ ഇരട്ടിയാണ് കിട്ടുന്നതെന്ന് മനോരമയ്ക്ക് എഴുതേണ്ടി വന്നു. ഒറ്റ രാത്രി കൊണ്ട് കൂടിയത് 10 മില്യൺ ആണ് ഒറ്റ ദിവസം കൊണ്ട്. അതായത് 1 കോടിയിൽ പരം പേർ ഒറ്റ ദിവസം കൊണ്ട് പുള്ളിക്ക് കൂടിയത്. ഇത്രയേ ഉള്ളു കാര്യം. അതായത് ഇതാണ് റൈറ്റ്. അതായത് നിങ്ങൾ ഈ കാണിക്കുന്ന പേക്കുത്തരങ്ങളാണ് എന്ന് ഞങ്ങൾ ഈ പറയുന്നതിന് കാര്യം ഇതല്ല സമരം. സമരം ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? സമരം എത്രയോ പാർട്ടികൾ ഇവിടെ നടത്തിയിട്ടുണ്ട്, എത്രയോ വലിയ ഐതിഹാസിക സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, ജനശ്രദ്ധ ആകർഷിച്ചിട്ടില്ലേ? മൂന്നാറിൽ സ്ത്രീകൾ ഇറങ്ങി പെമ്പിളെ ഒരുമ സമരം നടന്നു. ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സമരമായിരുന്നു പെമ്പിളെ ഒരുമ സമരം. ആ സമരത്തിന് എവിടെങ്കിലും വണ്ടി കത്തിച്ചോ, ആക്രമണങ്ങൾ നടത്തിയോ? ഇല്ലല്ലോ. എല്ലാവരും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചില്ലേ? ഞാൻ ചോദിച്ചോട്ടെ, കുറച്ചാൾക്ക് മുമ്പല്ലായിരുന്നു ഈ ഇടതുപക്ഷം നമ്മുടെ സെക്രട്ടേറിയറ്റ് വളയിൽ സമരം, രാപകൽ സമരം നടത്തിയത് സെക്രട്ടേറിയറ്റ് വളയിൽ? അവർക്ക് ആകെ ഒരു അബദ്ധമേ അത് പറ്റിയിട്ടുള്ളൂ. അത്രയും ജനം കൂടിയിട്ടും അവരെന്തെങ്കിലും തരത്തിൽ ആക്രമണം കാണിച്ചു. അവിടെ കൊടിയേരിയൊക്കെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു അവർ ഒരു വാക്ക് മൂടിയിരുന്നെങ്കിൽ അവർക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ഇടിച്ചു കയറാൻ പറ്റത്തില്ല. പക്ഷെ അവർ ജനങ്ങളെ ഞെട്ടിച്ചുകൊണ്ടൊരു സംഭവം അവിടെ വെളുപ്പാങ്കാലത്ത് നടത്തി എന്നുള്ളത് മാത്രമാണ് ആ സമരത്തിന്റെ നാറ്റം ഇന്നും പോകാതെ അവർക്ക് നിൽക്കുന്നത്. കൂടാതെ തന്നെ ശ്രീമാൻ BV രാജേഷും K സുരേന്ദ്രനും ഒക്കെ യുവമോർച്ച ഇരുന്നപ്പോൾ എത്രയോ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്, വളരെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരാരും ഈ പൊതുമുതൽ നശിപ്പിക്കുന്നതിലേക്ക് പോയത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഈ സമരം പൊതുമുതൽ നശിപ്പിക്കുന്നതിലേക്ക് എത്തി എന്നുള്ളതാണ് ഇതിനകത്ത് ജനങ്ങൾക്ക് എതിർപ്പ്. പിന്നെ ധനുഷ് പറഞ്ഞു വളരെ കറക്റ്റ് ഒരു പോയിന്റാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ ഈ വിഷയം തീരുവോ? അതൊരു റൈറ്റ് ചോദ്യമാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ വിഷയം ഇവരോട് കേന്ദ്ര സർക്കാർ ചോദിച്ച ചോദ്യം, അതിന് അവർക്ക് മറുപടിയില്ല. ഈ സിസ്റ്റം ഇതുപോലെ നിലനിൽക്കുകയും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീരുവോ? ധർമ്മേന്ദ്ര പ്രധാൻ അവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് സിസ്റ്റം ഡിസ്മാൻഡിൽ ചെയ്താൽ പോരെ, അത് നിങ്ങളെ കൊണ്ട് തന്നെ നമ്മൾ ചെയ്യിക്കുമെന്നാണ് കേന്ദ്രം അവരോട് പറഞ്ഞു. ഇവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേന്ദ്രം. അതുപോലെ തന്നെ ഇന്നലെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ 47 പേരെ പിരിച്ചുവിടുക മാത്രമല്ല, അത് പലവരെയും ക്രിമിനൽ കേസ് പ്രതികളാക്കിയിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്. അപ്പം ഈ സിസ്റ്റമാണ് നമുക്ക് മാറ്റേണ്ടത്. അത് തന്നെയല്ല, ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, ധർമ്മേന്ദ്ര പ്രധാൻ എന്തിനാണ് രാജിവെക്കുന്നത്? അയാൾ അഴിമതി കാണിച്ചോ, പണം അടിച്ചു മാറ്റിയോ, അതോ വേറെന്തെങ്കിലും രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്തോ, ഇല്ലെങ്കിൽ അവിടെ അദ്ദേഹത്തിന്റെ അധികാരം ദുർവിനിയോഗം ചെയ്ത് വേറെന്തെങ്കിലും കേസിൽപ്പെട്ടോ? ഇതൊന്നുമില്ലല്ലോ. അദ്ദേഹത്തിന്റെ കീഴിൽ നടന്ന ഈ എക്സാമിനേഷൻ കോൺഗ്രസ് ഭരിക്കുന്ന ജാർഖണ്ഡിൽ നിന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ചോരുന്നു. അതിനകത്ത് ഈ എഡ്യൂക്കേഷൻ ഈ കോച്ചിങ് ഏജൻസികളാണ് ഈ സമരത്തിന് പിന്നിൽ നിൽക്കുന്ന ഒരു വിഭാഗം. കോച്ചിങ് ഏജൻസികൾ, അതായത് ഒരു വിഭാഗം കോച്ചിങ് ഏജൻസികൾക്ക് വേണ്ടിയാണ് ക്വസ്റ്റ്യൻ ചോർത്തിയത്, മറുവിഭാഗം കോച്ചിങ് ഏജൻസികളുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിൽക്കുന്ന പലരും ഈ സമരത്തിന്റെ മുൻനിരയിലുണ്ട്, സെലിബ്രിറ്റികളെന്നും പറഞ്ഞിട്ട്.
കോച്ചിങ് ഏജൻസികളാണ്. അഗ്നിവീർ സമരം നടന്നപ്പോൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഈ മിലിറ്ററിയിലേക്ക് ആളുകളെ പിള്ളേരെ ഇത് ചെയ്യുന്ന റിക്രൂട്ട് ചെയ്യുന്ന ഇല്ലെങ്കിൽ അവരെ കോച്ചിങ് കൊടുക്കുന്ന കോച്ചിങ് സെന്ററുകളായിരുന്നു. കോച്ചിങ് സെന്ററുകൾ അതിന്റെ പിന്നിൽ. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച ഈ വിഷയം തീരുവോ? ധർമ്മേന്ദ്ര പ്രധാൻ എന്തിന് രാജിവെക്കണം? അതാണ് നമ്മൾ ചോദിക്കുന്ന ചോദ്യം. എന്തിന് രാജിവെക്കണം? കാരണം ധർമ്മേന്ദ്ര പ്രധാൻ ഈ അദ്ദേഹത്തിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പിലാണ് ഈ ചോർച്ച നടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ പിണറായി എത്ര വട്ടം രാജിവെക്കണമായിരുന്നു? PSC നടന്നപ്പം ഇവരാരെയും കണ്ടില്ലല്ലോ. ഈ നടൻ എന്താ ടൊവിനോയെ കണ്ടില്ല, കുഞ്ചാക്കോ ബോബിനെ കണ്ടില്ല, ആരെയും നമ്മൾ കണ്ടില്ല. ഒരാളും ഇതെന്താ മോദിക്കെതിരെ? ധനുഷ് പറഞ്ഞ കറക്റ്റ്. ഇത് മോദിക്കെതിരെയുള്ള സമരമാണ്, BJPക്കെതിരെയുള്ള സമരമാണ്. ഈ ഭരണം താഴെ പോകണം, അതാണ് ഇവരുടെ ലക്ഷ്യം. അച്ഛന്മാര് വരുന്നു, മുക്കുറി വരുന്നു, പിന്നെ മൗലിയാര് വരുന്നു, നക്സലുകൾ വരുന്നു, എല്ലാവരും ഇവര് പഴയ ടീം തന്നെയാണ്. പുതിയതാര് വരുന്നുണ്ട് അവിടെ? ആരും വരുന്നില്ല. പിന്നെ റീൽസ് പിടിക്കാൻ പോകുന്ന പിള്ളേരുണ്ട്. ആരോ ഇവരുടെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പാർട്ടികളുടെ റീൽസ് ഇട്ട് കഴിഞ്ഞാൽ റീച്ച് കൂടും. പിന്നെ ഇപ്പൊ അവർ റേറ്റ് കുറച്ചിട്ടുണ്ട് കേട്ടോ. 5000 രൂപ എന്നുള്ളത് 500 ആക്കിയിട്ടുണ്ട്. റീൽസ് പിടിക്കാറുടെ എണ്ണം കൂടി വരുന്നു. അത് ഇന്നലെ ഞാൻ 2-3 വീഡിയോ യാദൃശികമായിട്ടുണ്ട്. അതിനകത്ത് 2 പെൺകുട്ടികൾ, ആരാണെന്ന് എനിക്കറിയില്ല, അവര് ഇതാണ് ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അപ്പൊ അവര് അതിനകത്ത് ഒരു പെൺകുട്ടി പറയുന്നു, സമരത്തിന് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഏതോ ഒരു ബ്രാൻഡിന്റെ സൺസ്ക്രീൻ യൂസ് ചെയ്യണം. പിന്നെ ഈ പ്രൊട്ടക്റ്റഡ് ഒരു കോട്ട് ഉണ്ട്, അത് അവൈലബിൾ ആണ് ഓൺലൈനിൽ. അത് ആ കമ്പനിയും പറയുന്നുണ്ട്. ആ ലിങ്ക് ഞാൻ ഇവിടെ താഴെ കൊടുത്തത്, അതും കൂടെ വാങ്ങണം. അപ്പൊ 2 കച്ചവടം ആ കുട്ടി ഈ വീഡിയോയിൽ കൂടെ നടത്തി കഴിഞ്ഞു. പിന്നെ വേറൊരു കുട്ടി പറയുന്നു, ഇന്ന ടൈപ്പ് ഗ്ലാസ് വെക്കണം, ചൂട് കൂടുതലാണ് അവിടെ. മുടി ഇങ്ങനെ കെട്ടണം, മുടി ഇങ്ങനെ ഇരുന്നില്ലെങ്കിൽ നിങ്ങൾ ആ മുടിയിൽ തേക്കാനുള്ള ജെല്ലുണ്ട്, ആ ജെല്ലിന്റെ കമ്പനിയുടെ പേരും പറയുന്നുണ്ട്. അപ്പൊ കച്ചവടവും ഇവരുടെ ഇതും കൂടെയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വറിന്റെ ഒരു ഫോട്ടോ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഓടി നടപ്പുണ്ട്. അത് ശ്രീ ധനുഷ് കണ്ടിട്ടുണ്ടാവും. അത് അദ്ദേഹം അവിടെ പോയിട്ട് സെൽഫി എടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് വീഡിയോ ചെയ്യാൻ വേണ്ടി സെൽഫി. അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇനി രസകരമായ മറ്റൊരു കാര്യം പറയാം. നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളുണ്ട് ഡൽഹിയിൽ. അവരെല്ലാ സമരത്തിലും പങ്കെടുക്കുന്നവരാ. അവർക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല. എന്താ സംബന്ധം? ഇവർ ജോലിയുള്ളവരാണ് അവിടെ കേട്ടോ. ജോലിയൊക്കെ കഴിഞ്ഞു. അപ്പൊ ഞാൻ അവിടുത്തെ ഒരു സമരത്തിന്റെ രീതി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം. അവിടെ ഈ രാത്രിയിലാണ് ഏറ്റവും കൂടുതൽ സമരക്കാരെത്തുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ബീഹാറികളും മറ്റുമൊക്കെ റെന്റ് ഓട്ടോ ഓടിക്കുന്നവരുണ്ട്. ഓട്ടോ സ്വന്തമായിട്ടില്ല, ഡ്രൈവേഴ്സ് ആയിട്ട് വരും, ഓട്ടോ ഓടിച്ചിട്ട് വൈകുന്നേരം പൈസ കൊണ്ട്. അവര് രാത്രി ഫ്രീ ആണ്. അപ്പൊ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സമരപ്പന്തലിലെത്തും. അവരെന്തിനാ എത്തുന്ന വെച്ചാൽ നല്ല ഫുഡാണ് അവിടെ, നല്ല ഫുഡ് കഴിക്കുക. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്ന പാട്ട്, കൂത്ത്, അങ്ങനെ പല കലാപരിപാടികൾ കാണുക. എന്നിട്ട് അവർക്ക് ഉറക്കം വരുമ്പോൾ അവർ തിരിച്ചു പോകും. ഇതാണ് ഈ രാത്രികളിൽ. പകൽ നോക്കിക്കേ, ഈ സമരപ്പന്തലിൽ, ജന്തർ മന്ദിറിൽ എപ്പോൾ സമരം നടന്നാലും സമരപ്പന്തലിൽ പകൽ ആള് കുറവായിരിക്കും. 2000 പേരോ 3000 പേരോ ഇല്ല 1500 പേരെ കാണത്തുള്ളൂ. രാത്രി വൈകുന്നേരം ആകുമ്പോഴാണ് ഈ ചാനലുകാർ ആക്റ്റീവ് ആകുന്നത്. കാരണം ഈ ടീംസ് ഒക്കെ പണി കഴിഞ്ഞ് വരണം. അവരവരുടെ പണി കഴിഞ്ഞിട്ട് എന്റർടൈൻമെന്റിനാണ് അവർ വരുന്നത്. അതിനകത്തൊരു സുഹൃത്ത് പറഞ്ഞ കാര്യം വളരെ കൗതുകരം തമാശകരമാണ്. എന്താണെന്നറിയാം? അദ്ദേഹം പറഞ്ഞു, ഏറ്റവും അടിപൊളി സമരം ഡൽഹി നടന്ന കർഷക സമരമായിരുന്നു. അപ്പൊ ചോദിച്ചു, എന്താ അത് കാര്യം? അതിനകത്ത് 2 അടിക്കാനും കൂടെ കിട്ടുമായിരുന്നു, കുപ്പിയും ഉണ്ടായിരുന്നു അതിനകത്ത്. അതായത് ഈ വൈകുന്നേരം ഇവരെന്ത് ചെയ്യുന്നത്, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുളിച്ച് റെഡിയായിട്ട് ഈ സമരപ്പന്തലിൽ ചെല്ലും. നല്ല ഫുഡും ഡ്രിങ്ക്സും ഉണ്ടായിരുന്നു അവിടെ. ശിവന്മാർക്ക് ഡ്രിങ്ക്സ് ഒന്നുമില്ല, ഫുഡ് അടിപൊളിയാണെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളവരാണ് കുറെ അധികം പേര്. ഇവര് ഈ പ്രൊട്ടസ്റ്റുമായിട്ട് എന്താ ബന്ധം? ഒന്നുമില്ല. അവരവരുടെ പണിക്ക് പിന്നെയും പോകും. ഇപ്പൊ നമ്മൾ തന്നെ നമ്മുടെ നാട്ടിലൊരു മേള നടന്നാൽ, ഒരു ആഘോഷം നടന്നാൽ വൈകുന്നേരം നമ്മൾ നമ്മുടെ ജോലിയും കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ട് അവിടെ പോയില്ലേ? അവിടെ പോയി കറങ്ങിട്ടൊക്കെ നമ്മുടെ എന്റർടൈൻമെന്റ് ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഇത് തന്നെയാണ് കേരളത്തിലെ രാപകൽ സമരമായാലും മറ്റു സമരങ്ങളായാലും നടക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ കൊട്ടും പാട്ടും ഡാൻസും ഒക്കെ ഒരു രസമാണത്. ഇതാണ് ഡൽഹിയിലെ ജന്തർ മന്ദിർ സമരം. അത് പ്രേക്ഷകരുടെ അറിവിലേക്ക് വേണ്ടി പറയുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ മലയാള മാധ്യമങ്ങൾ 1000 ഒഴുകി 10000 ഒഴുകി. എന്നിട്ട് ആ ഒഴുകിയവരൊക്കെ എവിടെ രാവിലെ മാഞ്ഞു പോവോ? ഈ ഒഴുകിയ 10,000 15,000 ഒക്കെ മാഞ്ഞു പോവോ? ഇത് പൊട്ടന്മാരാക്കുന്നതിന് അതിന് വേണ്ട. മാധ്യമങ്ങൾ ഒരു പരിധി വെക്കണം അതിനകത്ത്. അപ്പം ഈ രാത്രി വന്നവരെന്തിയാ? പകലില്ല. അത് മാത്രവുമല്ല, കേന്ദ്രം ജൂലൈ 21 മുതൽ ദില്ലി പോലീസ് അവിടെ ഒരു FRS ക്യാമറകൾ സ്ഥാപിച്ചു. ഈ FRS ക്യാമറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേസ് റെക്കഗ്നൈസ് ചെയ്യുന്ന ക്യാമറകളാണ്. AI അധിഷ്ഠിത റെക്കഗ്നേഷൻ ചെയ്യുന്ന ക്യാമറകളാണ്. ഇവര് ഇത് വെച്ചിട്ട്, ഇത് ദില്ലി പോലീസിന്റെ കയ്യിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ക്രിമിനൽസിന്റെ ഡേറ്റാസ് ഉള്ളത്. ഈ ഫോട്ടോസ് അപ്പൊ തന്നെ പകർത്തി കഴിഞ്ഞിട്ട് ഈ ഫോട്ടോസ് നേരെ ഡേറ്റാബേസിലോട്ട് കൊടുക്കും. അപ്പോൾ ഈ ഡേറ്റാബേസിലുള്ള ക്രിമിനൽസ് ഉണ്ട്. അതിൽ തന്നെ ഇത് അവരുടെ ആർക്കൈവ്സിലുള്ളത് ഈ എന്താണ്, പീഡനം നടത്തിയവര്, ഒളിച്ചോടിയവർ, അതായത് പോലീസിന് പിടിക്കാൻ കഴിയാത്തവര്, പോലീസിന്റെ വാണ്ടഡ് ലിസ്റ്റിലുള്ള ക്രിമിനൽസ്, ആവർത്തിച്ച് ക്രൈം ചെയ്യുന്ന ക്രിമിനൽസ്, ഇങ്ങനെയുള്ളവരുണ്ട്. ഇവരാണ് ഈ സമരത്തിനിടയിൽ നുഴഞ്ഞു കയറുന്നത്. ഇവരാണ് പോലീസിനെ ആക്രമിക്കുന്നത് കത്തിയും മറ്റും വെച്ച്. അങ്ങനെ 2500 പേരെ കഴിഞ്ഞ 3 ദിവസമായിട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പറയുന്നതല്ല, നാഷണൽ മീഡിയ, റിപ്പബ്ലിക് TV അടക്കം ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അതായത് അവിടെ ക്യാമറ സ്ഥാപിച്ചു. ഈ ക്യാമറക്കെതിരെ പ്രതിഷേധവുമായിട്ട് വന്നു കുറച്ച് പേര്. ഞങ്ങളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന് പറഞ്ഞ് കോടതിയിൽ ചെന്നു. അവിടെ ദില്ലി പോലീസ് പറഞ്ഞത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമല്ല,
റിപ്പബ്ലിക് ദിനത്തിലും ഈദിലും ദീപാവലിക്കും ഹോളിക്കും ഒക്കെ ഞങ്ങൾ ഈ സുരക്ഷയ്ക്ക് വേണ്ടി ക്യാമറകൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ക്യാമറകൾ പോലീസ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്താനല്ല, പകരം ക്രമസമാധാനത്തിന്റെയാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, പോലീസുകാർ മൊബൈലിൽ പിടിക്കും, നമ്മളെ ഈ ഹെൽമെറ്റ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാം. പോലീസുകാർ കൈ കാണിക്കും, മൊബൈലിൽ പിടിച്ചിട്ടുണ്ട്. പോലീസുകാർ ഇപ്പൊ എല്ലാത്തിനും മൊബൈൽ റെക്കോർഡ് ചെയ്യാറുണ്ട്. നമ്മളെ അറസ്റ്റ് ചെയ്താൽ റെക്കോർഡ് ചെയ്യും, നമ്മളെ ചോദ്യം ചെയ്ത് നമ്മുടെ വീട്ടിൽ വരുന്നത് പോലും അവർ റെക്കോർഡ് ചെയ്തെടുക്കാറുണ്ട്. അത് അവരുടെ നിയമമാണ്, അത് ചെയ്തേ പറ്റും, സുരക്ഷയുടെ ഭാഗമാണ്. അത് എങ്ങനെയാണ് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാകുന്നത്? നമ്മുടെ കിടപ്പറയിലേക്കല്ലല്ലോ അവർ വന്നത്, പബ്ലിക് പ്ലേസിലേക്കല്ലേ അവർ വന്നത്. പബ്ലിക് പ്ലേസ് എങ്ങനെയാണ് സ്വകാര്യതയിലെ ഇടമാകുന്നത്, സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നത്? സ്വാഭാവികമായിട്ട് ലോകത്തെമ്പാടും ഇത്ര ആധുനിക ക്യാമറയാണ് ഇപ്പൊ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അത് മറ്റൊരെണ്ണം പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല, ചില എക്സ് ഹാൻഡിൽസ് ഒക്കെ അത് പറയുന്നു. ഇത് ആധാറുമായി ലിങ്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിനകത്ത് പോകുന്നത്. അതായത് ഇപ്പോ ധനുഷിനെ ഇത് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്നുണ്ട്, ഫുൾ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭാവി പോകും. കാരണം എക്സാം ഒക്കെ എഴുതേണ്ടവരാണ്, UPSC-യിലൊക്കെ എക്സാം എഴുതി ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോൾ ഈ പോലീസ് കേസോ മറ്റോ ഉണ്ടെങ്കിൽ ജോലി കിട്ടത്തില്ല എന്നൊരു കിംവദന്തി അടിച്ചിറക്കിയിട്ട് കുറെ പിള്ളേർ അങ്ങനെയും പോയിട്ടുണ്ട്. ഏതായാലും ഈ സമരം ഇങ്ങനെ കൊടുമ്പിരി കൊള്ളുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, 4 ദിവസം ഈ സമരത്തിന് ആയുസുള്ളതെന്ന് പറഞ്ഞു. ഇന്ന് 3-ാമത്തെ ദിവസമാണ്. ഇന്നത്തെ കൊണ്ട് ഈ സമരം തീർന്നു എന്ന് ഞാൻ പറയും. കാരണം ഈ സമരത്തിന് ഇനി മുമ്പോട്ട് പോകാനുള്ള യാതൊരു ഭാവിയും നിലവിലില്ല. ധനുഷ് ചോദിച്ച ചോദ്യം തന്നെയാണ് അതിന്റെ കറക്റ്റ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച പ്രശ്നം മാറുമോ? വാർത്ത പുറത്തു വരുന്നത് അതുകൂടെ നമുക്കൊന്ന് അഡ്രസ് ചെയ്തു പോകാം. കാരണം പുതിയ തലമുറ ആജ്ഞകളല്ല ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒരു സംഭാഷണം നടത്തുമെന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടയിൽ RSS മേധാവി മോഹൻ ഭാഗവതിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അപ്പൊ അത് വളരെയധികം വളച്ചൊടിക്കപ്പെടുന്നുണ്ട്. എന്താണ് RSSന്റെ ആ പ്രസ്താവന? വിജയേട്ടന് അത് മനസ്സിലാവുമല്ലോ, എന്താണ് പുള്ളി ഉദ്ദേശിച്ചത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, RSS മേധാവി മോഹൻ ഭാഗവത് പങ്കെടുത്തൊരു ചടങ്ങിൽ അദ്ദേഹം നടത്തിയ ഒരു സെമിനാറിലെ സംഭാഷണം. ഈ സംഭാഷണത്തിന്റെ പൂർണ്ണ രൂപം ഈ ഓർഗനൈസർ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. അതായത് ഓർഗനൈസർ എന്ന് പറയുന്ന RSSന്റെ മുഖപത്രത്തിന്റെ യൂട്യൂബ് ചാനലാണ് ഈ ഓർഗനൈസർ. അതിൽ കയറാമെങ്കിൽ പൂർണ്ണമായിട്ടുണ്ട്. ഞാനത് പൂർണ്ണമായിട്ട് ഇരുന്ന് കണ്ടു. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് നമുക്ക് അറിയണമല്ലോ കാര്യം. കാരണം രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടനയുടെ തലവൻ എന്താണ് അതിനെക്കുറിച്ച് പറഞ്ഞത്? ഞാൻ അതിന് സംഭവം എന്ന് വെച്ചാൽ വിശ്വമംഗല്യ സഭ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട്. വിശ്വമംഗല്യ സഭ സ്ത്രീകളുടെ സംഘടനയാണ്. അതായത് ലോകം മുഴുവനുള്ള സ്ത്രീകളുണ്ട് അതിനകത്ത്. അതായത് ഇന്ത്യക്കാരായിട്ട് 6 ലക്ഷം പേരാണ് ആ സംഘടനയിലുള്ളത്. അതായത് 14 രാജ്യങ്ങളാണ് ഈ സംഘടനയ്ക്ക് ഇതുള്ളത്, അവരുടെ ബ്രാഞ്ചസ് ഉള്ളത്. ആ സംഘടനയുടെ യോഗം 3 ദിവസമായിട്ട് ദില്ലി നടക്കുകയാണ്. അതിനകത്ത് സ്ത്രീകൾ പങ്കെടുക്കുന്ന അമ്മമാരാണ് ഈ മംഗല്യ വിശ്വസഭയുടെ അംഗങ്ങൾ, സ്ത്രീകൾ മാത്രം. അവരുടെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ശ്രീ മോഹൻ ഭഗവത് സംസാരിച്ചു തുടങ്ങുന്നത്. അദ്ദേഹം അതിനകത്ത് അമ്മമാരെങ്ങനെ ആയിരിക്കണം കുട്ടികളോട് എന്നതിനെ കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. അമ്മമാരെങ്ങനെയാണ് പഴയ കാലത്ത്, നമ്മുടെ കാലത്ത് എന്ന് അദ്ദേഹം പറയുന്നത്, നമ്മുടെയൊക്കെ കാലത്ത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നത് നമ്മൾ അനുസരണയോട് കേട്ടിരുന്നു. ഇപ്പൊ പക്ഷെ കാലം മാറി, കുട്ടികൾക്ക് ഒരുപാട് സംശയമുണ്ട്. കാലഘട്ടം മാറുമ്പോൾ സംശയങ്ങൾ വരുമല്ലോ സ്വാഭാവികമായത്. പണ്ട് നമ്മളെയൊക്കെ പേടിപ്പിക്കത്തില്ലായിരുന്നു, പൂതം വരുന്നു, മാക്കാച്ചി വരുന്നു എന്നൊക്കെ പറയും. ഇന്ന് പിള്ളേർക്ക് മാക്കാച്ചി വരുന്നു പറഞ്ഞ പിള്ളേർ ചോദിക്കും അത് ഏത് കോക്കാച്ചിയാണെന്ന് ചോദിക്കും. കാരണം പിള്ളേർക്ക് അത് മാറിയിട്ട് പുതിയ പുതിയ ഐറ്റംസ് ആണ് വരുന്നത്. അവർക്കിപ്പോ ഭയമൊന്നുമില്ലല്ലോ. അപ്പം എന്താണ് പിള്ളേർ സംശയം ചോദിക്കും, ഇതെന്താണെന്ന്. പണ്ടത്തെ പിള്ളേർ സംശയം ചോദിക്കത്തില്ല. നമ്മൾ അതുകൊണ്ടൊക്കെ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ പിള്ളേർ പറയും ഇത് ശരിയാണ് എന്നവർ ധരിക്കുവാൻ. അപ്പൊ അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളും കുട്ടികളുടെ സംശയം അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ സംശയങ്ങളെല്ലാം നിങ്ങൾ തീർത്തു കൊടുക്കണം രക്ഷകർത്താക്കള്. അതായത് അറിവുള്ള കുട്ടികളായി ഇവരെ വളർത്തിക്കൊണ്ട് വരണം. അവരുടെ സംശയങ്ങൾ മുഴുവൻ ദൂരീകരിക്കണമെന്ന് അമ്മമാരോടാണ് പറഞ്ഞത്. അവരുടെ സമ്മേളനമാണ് അവിടെ നടക്കുന്നത്. അത് വലിയൊരു സംഘടന, 6 ലക്ഷം അംഗങ്ങളുള്ള വലിയൊരു സംഘടനയാണ് അത് നടക്കുന്നത്. എന്നിട്ട് ഈ സാധനത്തിൽ നിന്നിട്ട് ഈ പറഞ്ഞ കാര്യം അടർത്തിയെടുത്തിട്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ ബ്രേക്ക് ചെയ്യുക. RSS ഇടപെട്ടു, വിദ്യാർത്ഥികൾക്കൊപ്പം RSS, BJP ഭിന്നത, BJP ഉൾപാർട്ടി, എന്തൊക്കെ ഗ്രൂപ്പിസം, മോദിക്കെതിരെ മോഹൻ ഭഗവത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്ത ചമയ്ക്കുന്നത്. ആ വാർത്ത ഇപ്പോഴും അവൈലബിൾ ആണ്, ആ ഫുൾ പ്രസംഗം. അതിൽ എനിക്ക് ആ പ്രസംഗം അദ്ദേഹം സംസാരിക്കുന്നത് മുഴുവൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു മുതിർന്ന ആള് നമ്മളോട് ഉപദേശിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അമ്മമാരെ ഉപദേശിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. മക്കളെ എങ്ങനെ വളർത്തണം, അവരുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നതേ ഉള്ളതിനകത്ത്. അതിനകത്ത് ഈ പാറ്റകളെ കുറിച്ച് പറയുന്നില്ല. അതായത് മോദിയോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണമെന്ന് പറയുന്നില്ല. ഇതൊന്നുമില്ല. ആ വാർത്തയാണ് രാവിലെ മുതൽ കിടന്ന് വളച്ച് ചുറ്റിയെടുക്കുന്നത്. ഇത് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞില്ല, ഈ ഡിജിറ്റൽ ലോകത്ത് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുക നടക്കില്ല. ഇപ്പോ പണ്ട് കാലത്ത് പറ്റുമായിരുന്നു, ഇപ്പൊ ഇല്ല, വിരൽത്തുമ്പിൽ. അതുകൊണ്ട് ഞാൻ ആ പ്രേക്ഷകരുടെ ആ യൂട്യൂബ് ചാനലിന്റെ പേരോടെ പറഞ്ഞ് ഈ ഓർഗനൈസർ
അതിൽ കയറുക, വിശദമായ ലിങ്ക് ഉണ്ട്, കുറച്ചു നേരം ക്ഷമയോട് കണ്ടിരിക്കാൻ പറ്റുമെങ്കിൽ അദ്ദേഹത്തിന്റെ മുഴുവൻ പ്രസംഗം അതിനകത്തുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സമരത്തിന് ഇനി മുമ്പോട്ടുള്ള ആയുസില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഈ സമരക്കാർ മുമ്പോട്ട് വെച്ച പ്രധാന സിസ്റ്റം, പൊളിച്ചെഴുതണമെന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ളത് ധാർമ്മികത വേണം. അത് ഇതിനകത്ത് ഈ ഒരു ആവശ്യത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ പക്ഷെ ഇതിനകത്ത് വലിയൊരു, എനിക്ക് തോന്നുന്നു ധർമ്മേന്ദ്ര പ്രധാന്റെ ശുക്രൻ ഉച്ചിയിൽ അത്യുജ്വലമായി കത്തിനിൽക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പ്രോഗ്രസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ എല്ലാ 2 വർഷം കൂടുമ്പോഴും, അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് എല്ലാ 2 വർഷം കൂടുമ്പോഴും ഈ മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കാറുണ്ട്. ഓട്ടോമാറ്റിക്കലി ഈ വിദ്വാൻ അവിടെ നിന്ന് പോകേണ്ടതാ, പോയി വേറെ ഏതെങ്കിലും വകുപ്പിലേക്ക് പോകേണ്ടതാ. ശരിക്കും പറഞ്ഞ പാറ്റകൾ ഈ ധർമ്മേന്ദ്ര പ്രധാനം നിലനിർത്താനാണോ ഈ സമരം ചെയ്യുന്നത് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ സമരം മൂലം ഇങ്ങനെ അവിടെ നിൽക്കുക. ഇപ്പൊ പുനഃസംഘടന വരുമല്ലോ, ഉടനെ പുനഃസംഘടനയുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പാർലമെന്റ് സെഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ പുനഃസംഘടനയുണ്ട്. ഇല്ലെങ്കിൽ പാർലമെന്റ് സെഷൻ തീരുന്നതിന് മുമ്പ് കാണും. ആ പുനഃസംഘടനയിൽ വേറെ ഏതെങ്കിലും വകുപ്പിലേക്കോ ഇല്ലെങ്കിൽ സംഘടനാ ചുമതലയിലേക്കോ പോയിട്ടൊരു മനുഷ്യനെ ഈ പാർട്ടികളെല്ലാം കൂടെ അവിടെ പിടിച്ചു നിർത്തി. ഞാൻ ചോദിച്ചോട്ടെ, ഇവര് പറയുന്നു ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചെന്ന്, ഇവന്മാര് പോകുമോ? ഇല്ല. ഇവന്മാർ അടുത്ത സമരം കൊണ്ടുവരും. ഇവന്മാര് മോദി രാജിവെക്കുക, അമിത്ഷാ രാജിവെക്കുക, ഇത് കണ്ട് ചിരിക്കുന്ന വി.ഡി. സതീശൻ രാജിവെക്കുക എന്ന് പറഞ്ഞ നാളെ വരും. പിന്നെ ഇവിടെ തെലങ്കാന മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് പറഞ്ഞ് വരും, വിജയ് രാജിവെക്കുക എന്ന് പറഞ്ഞു വരും. അങ്ങനെ ഇവന്മാർക്ക് തോന്നുന്നവരെയൊക്കെ രാജിവെപ്പിക്കുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അടുത്ത് കഴിയുമ്പോൾ പിന്നെ എന്താ സമരം എന്നറിയാ? കേരളത്തിന്റെ DGP രാജിവെക്കുക, SI രാജിവെക്കുക, പോലീസുകാരൻ രാജിവെക്കുക. പിന്നെ അങ്ങനെ പോയി ഉദ്യോഗസ്ഥന്മാരിലേക്ക് ഇതെത്തും. ഇത് ഏതെങ്കിലും നാട്ടിൽ ആരെങ്കിലും കേൾക്കുന്ന ഒരു കാര്യമാണ് ഈ സാധനം? രാജിവെക്കുക എന്നുള്ളത് പ്രതിപക്ഷ പാർട്ടികൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജിവെക്കുക എന്നല്ലേ. മോദി രാജിവെക്കുക, മറ്റൊരു രാജിവെക്കുക എന്നല്ലേ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ടോണ്ട് രാജിവെക്കാനായിട്ട് നടക്കും എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. ഒന്നും നടക്കില്ല ഈ കേസിനകത്ത്. വെറുതെ കിടന്നിട്ട് ഈ മാധ്യമങ്ങൾ, പിന്നെ എനിക്ക് തോന്നുന്നത് ഫണ്ട് കിട്ടിയ മാധ്യമങ്ങൾ ഉണ്ടായിരിക്കും, അവരായിരിക്കും ഈ കിടന്ന് തള്ളിമറിക്കുന്നത്. എന്തായാലും ഇത് നടക്കാത്തൊരു കേസാണ്. സമരം തീർന്നു എന്ന് തന്നെ നമുക്ക് പറയാം. 3 മണിയുടെ ചർച്ച വരെ ഒന്നും ആരും കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 3 മണിക്ക് ഈ പാർട്ടിയുടെ സ്റ്റാൻഡ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ സമരം പിൻവലിക്കില്ല ആണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പോൾ അവിടെ നടക്കുന്ന സമരം നിയമവിരുദ്ധ സമരമാണ്. കാരണം ജന്തർ മന്ദിറിൽ സമരം നടത്താനുള്ള മുൻകൂർ അനുമതി ഇവർ വാങ്ങിയിട്ടില്ല. 144 സാധാരണഗതി പാർലമെന്റ് തുടങ്ങുന്നിടം മുതൽ ഈ അവസാനിക്കുന്നിടം വരെ ആ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച സ്ഥലത്താണ് ഇവർ ആൾക്കൂട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ആൾക്കൂട്ടം അവിടെ നടക്കുന്നത് ക്രിമിനൽ സ്വഭാവമുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. ഇതിനെതിരെ പോലീസിന്റെ ആക്ഷൻ ഉണ്ടായേ പറ്റൂ. അതിന്റെ നടപടികളും പോലീസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പോലീസ് ആക്ഷൻ ഉണ്ടാകും, സ്വാഭാവിക നടപടിയാണ്. ഇപ്പോൾ ഇത്രയും അനുവദിച്ചു. അതായത് ഈ പിള്ളേർ കഴിഞ്ഞാളാൻ 1.5 മാസം, ഏതാണ്ട് 1 മാസവും ഒരാഴ്ചയ്ക്ക് ശേഷവും ഈ രാജ്യം അനുവദിച്ചിട്ടുണ്ട്. അവരുടെ ശക്തി കണ്ടിട്ടല്ല. അവരുടെ ശക്തി കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ അവരെ അടിച്ചൊതുക്കാൻ പണ്ടേ പറ്റും. അവരുടെ ശക്തിയുണ്ട്. കാരണം ഇതിനേക്കാൾ വലിയ സമരങ്ങളായിരുന്നു കർഷക സമരവും മറ്റേ പൗരത്വ ഭേദഗതി സമരവും ഒക്കെ. മറ്റേത് മിന്നലണക്കുള്ള സമരമായിരുന്നു, അഗ്നിവീർ സമരം. ഇതെല്ലാം ഒതുക്കാൻ പറ്റും, ഇത് നിസ്സാരമായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇന്നൂടെ ഉള്ളൂ 3 മണിക്ക് അവരതെല്ലാം അവരുടെ സമരം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് എന്നുണ്ടെങ്കിൽ പോലീസ് ആക്ഷൻ എടുക്കും എന്നുള്ളതാണ്. കാരണം നിയമപരമായിട്ട് അവർക്ക് മുമ്പിലുള്ള വഴി ആക്ഷൻ എടുക്കുക എന്നുള്ളതല്ല, അതിനകത്ത് ഒരു തെറ്റുമില്ല ആക്ഷൻ എടുക്കുക. കാരണം നിയമപരമാണത്. ഞാൻ ചോദിച്ചോട്ടെ, തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ കുറെ വിദ്യാർത്ഥികൾ മാസങ്ങളോളം റോഡ് ബ്ലോക്ക് ചെയ്ത് വലിയ സമരം ചെയ്തു കഴിഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം എന്തായിരിക്കും ചെയ്യുന്നത്? ഇനി ചെറിയൊരു ഉദാഹരണം പറയാം, പലർക്കും മറന്നു കാണില്ല. ടിയാൻമെൻ സ്ക്വയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ചൈന, അവിടെ കുറെ വിദ്യാർത്ഥികൾ എന്നൊക്കെ സ്ട്രൈക്ക് നടത്തി. ചൈന എന്താണ് ചെയ്തത്? അടിച്ചോടിക്കാനൊന്നും അവര് പോയില്ല. പാറ്റന്റ് ടാങ്കുകൾ കയറ്റി അങ്ങ് ഇറക്കി, ചതഞ്ഞരഞ്ഞു 25,000 വിദ്യാർത്ഥികൾ. സഖാവിന്റെ പാർട്ടിയാണ് ഇവരെപ്പോഴും ചങ്കിലെ ചൈന സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഈ പാറ്റൻ ടാങ്ക് കയറ്റി ഇറക്കുമ്പോൾ ആരും വീഡിയോ എടുക്കാതിരിക്കണം. അവിടെ പോലീസിനും പട്ടാളത്തിനും ഒരു പ്രത്യേക ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് ഒരാളെ കൈകാര്യം ചെയ്യുന്നതിന് മുമ്പേ ഒരു ജനക്കൂട്ടമാണെങ്കിൽ ചൈന ആദ്യം ചെയ്യുന്നത് പോലീസുകാർ അവിടെ നിരന്ന് നിൽക്കും. നിരന്ന് നിൽക്കുന്ന ശേഷം ഈ ജനക്കൂട്ടത്തിന്റെ 4 സൈഡും ഇവര് വലിയ തുണി കൊണ്ട് മറയ്ക്കും. അത് ഇവരുടെ കയ്യിൽ തന്നെയുള്ള പ്രത്യേക തുണിയാണ്. ആ തുണി എന്ന് പറഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് തുറക്കാനും പറ്റും, അടയ്ക്കാനും പറ്റും. നമ്മുടെ ഈ ഹോസ്പിറ്റലിലൊക്കെ കാണുന്നില്ലേ ഒരു സാധനം, ഒരു സാധനം അതുപോലെ സ്ക്രീൻ. ആ സ്ക്രീന് കൊണ്ടുവന്ന് 4 സൈഡും മറയ്ക്കും. 4 സൈഡും മറച്ചിട്ട് ആ സ്ക്രീൻ പിന്നെ തുറക്കുമ്പോൾ പിന്നെ നമ്മൾ കാണുന്ന അവിടെ ഒരാളെയും കാണാനില്ല. എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. കുറെ പട്ടാളക്കാരെ പോലീസുകാർ, അങ്ങനെയാണ് അവർ ബേസിക്കലി അവർ ചെയ്യുന്നത്. അത് ചൈനയോട് നമുക്ക് അത് ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം അവിടെ ഏകാധിപത്യമുണ്ടല്ലോ. അല്ല, ആ ചൈനയാണ് ഇവിടെ പറയുന്നത്. ചൈന എന്ന് പറയുന്നത് ആ ചൈനയിൽ നടക്കും. പക്ഷെ ഇന്ത്യയിൽ അത് നടക്കില്ല. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷെ ഇത്രയും അഴിഞ്ഞാടാൻ ഈ സർക്കാർ, മോദി സർക്കാർ സമ്മതിച്ചു എന്നുള്ളിടത്ത് തന്നെയാണ് ഒരു അത്ഭുതം. ഈ ഫാസിസ്റ്റ് ആണെന്നൊക്കെ പറയുന്നു ഈ BJP സർക്കാർ. അവര് ഈ 1.5 മാസം, കാരണം അതിന് മാത്രം സ്ട്രെങ്ത് ഒന്നും ഈ പാർട്ടിക്ക് ഇല്ല. കാരണം ഇതിനകത്ത് ഈ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നെങ്കിലും അവർ അതിനുള്ള ആത്മാർത്ഥില്ല. അതിനുള്ള കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇത് നാളെ അവർക്കെതിരെ തിരിയും. ഇത്
ഇപ്പൊ രാഹുൽ ഗാന്ധിക്കൊക്കെ നാളെ MP സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞ് യുവജനങ്ങളെല്ലാം കൂടെ പ്രക്ഷോഭം ഉണ്ടാക്കിയ രാഹുൽ ഗാന്ധി എന്ത് MP സ്ഥാനം രാജിവെക്കൂ? അപ്പം അവർക്കെതിരെയും തിരിയുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ പാർട്ടികൾ പിന്നെ ഈ പിള്ളേരെ സമാധാനപ്പെടുത്താനും പിന്നെ പൊളിറ്റിക്കൽ പാർട്ടിയല്ലേ, പ്രതിപക്ഷ പാർട്ടിയല്ലേ, അവർക്ക് പങ്കെടുക്കാതിരിക്കാൻ കഴിയില്ല, അത്രേ ഉള്ളൂ. അതുകൊണ്ട് സമരം ഏതാണ്ട് തീർന്നു എന്ന് തന്നെ പറയാം. ഏതായാലും എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടന്റ് ഇടുന്ന പിള്ളേരോട് പറയാനുള്ള, മക്കളെ പാർട്ടികളുടെ കൊണ്ടുള്ള നിങ്ങളുടെ അഭ്യാസങ്ങളും കഞ്ഞുകൂടിയൊക്കെ ഇന്നത്തെ കൊണ്ട് തീരുകയാണ്. നല്ല കണ്ടന്റ് ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങിയാൽ നാളെ മറ്റന്നാളൊക്കെ ഇട്ട് മുമ്പോട്ട് പോകാൻ പറ്റും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കണ്ടന്റ് തീർന്നു, അവരുടെ കണ്ടന്റ് തീർന്നു. പിന്നെ നമ്മള് ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ ഈ ഉള്ള കണ്ടന്റ് ഇടുന്നവരുടെ രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും ഉത്സവപ്പറമ്പിലെ പൊരിക്കച്ചവടക്കാരെ കണക്കാണ്. ഉത്സവം തീരുമ്പോൾ അവരുടെ കച്ചവടം തീരും. പിന്നെ ഇനി എവിടെങ്കിലും ഒരു ഉത്സവം വരണം അടുത്ത വർഷത്തേക്ക്. നമ്മളെ കണക്കുള്ള ചാനലുകൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് പറയുന്നത്, മാളാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ കിട്ടും, എന്നും ഇവിടെ ഉണ്ടാകും. അതാണ് വാർത്തയും ഇൻസ്റ്റാഗ്രാമിലുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. പൊരിക്കച്ചവടം ഇതും കൂടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ താഴേക്ക് ഒന്ന് വീഡിയോ ഇടും, നിങ്ങൾക്ക് വേറെ വല്ല പണിക്കും പോകൂടാது. നമ്മൾ ഇതിനകത്ത് PG എടുത്ത് എക്സ്പീരിയൻസ് ആയിട്ട് പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ജോലിയാണിത്. മറ്റേ കണ്ടന്റിന് വേണ്ടിയിട്ട് ഉത്സവപ്പറമ്പിൽ പൊരിക്കച്ചവടക്കാരല്ല എന്നുകൂടി നമ്മൾ പറഞ്ഞുകൊണ്ട് നമുക്കിന്നത് അവസാനിപ്പിക്കും.